Hi, hello, my dear students, my dear children. We are starting a new chapter Social Science 2, Geography, Chapter 1, Weather and Climate. പ്രിയപ്പെട്ട കുട്ടികളെ, സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ സോഷ്യൽ സയൻസ് 1 ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമനിസം നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 4-5 വീഡിയോകൾ നമുക്ക് ആവശ്യം വന്നു. ആ വീഡിയോകളെല്ലാം നമ്മൾ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എടുത്ത് കാണണം. കുറച്ച് കുട്ടികളൊക്കെ കണ്ടു, പക്ഷേ നിങ്ങൾ ബാക്കിയുള്ളവരും കാണുക, പഠിക്കുക. നമ്മുടെ സോഷ്യൽ സയൻസ് 2, അതായത് നമ്മുടെ ജോഗ്രഫിയുടെ ചാപ്റ്റർ 1 ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 5 വീഡിയോകൾ അല്ലെ ക്ലാസ്സുകൾ ഈ ചാപ്റ്ററുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാകും. നമ്മുടെ ചാനലിൽ ഇത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്ത് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഓരോ വീഡിയോയും കണ്ട് ആസ് എ ഹോൾ ചാപ്റ്റർ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനെ പറ്റി പറഞ്ഞാൽ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മുടെ ജോഗ്രഫി പുസ്തകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്ററുകളിൽ ഒന്നാണ് നമ്മുടെ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള ചാപ്റ്റർ 1. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? നമ്മുടെ പബ്ലിക് പരീക്ഷയ്ക്ക് 7.5% മാർക്ക് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നായിരിക്കും. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. 7.5% മാർക്ക് ടോട്ടൽ മാർക്കിൻ്റെ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നായിരിക്കും നമുക്ക് വരിക. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോയിങ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. പിന്നെ ഈ ചാപ്റ്ററിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ ആ പേരൊന്ന് ശ്രദ്ധിച്ചേ, വെതർ ആൻഡ് ക്ലൈമറ്റ്. നമ്മുടെ വെതർ ക്ലൈമറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെൻസുമാണ് നമ്മളിവിടെ പഠിക്കുക. ഓക്കെ, എലമെൻറ്റ്സ് ഓഫ് വെതർ, അതായത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഹ്യൂമിഡിറ്റി, പെർസിപ്പിറ്റേഷൻ, ഇങ്ങനെയുള്ള നമ്മുടെ എലമെൻറ്റ്സ്. ഈ എലമെൻറ്റ്സ് വെതർ ക്ലൈമറ്റിനെ ഏത് രീതിയിലാണ് അതിനെ അഫക്റ്റ് ചെയ്യുക, എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു ചാപ്റ്ററാണ്. നമുക്ക് ജോഗ്രഫി വളരെ സന്തോഷത്തോടെ പഠിക്കാൻ സാധിക്കും, വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് നമുക്ക് തുടങ്ങാം. ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ദാറ്റ് വി എക്സ്പീരിയൻസ്. നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ആകുന്ന അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? സൺലൈറ്റ്, റെയിൻ, മിസ്റ്റ്, വിൻഡ്, ക്ലൗഡ്സ്. ഓക്കെ, അപ്പോൾ റെയിനുണ്ട്, സൺലൈറ്റ് ഉണ്ട്, മിസ്റ്റ് നമ്മൾ ചിലപ്പോൾ കാണുന്നു, വിൻഡ് നമുക്കറിയാം, ക്ലൗഡ്സ്, ഇതെല്ലാം ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഇതെല്ലാം വെതറിൻ്റെയും ക്ലൈമറ്റിൻ്റെയും ഭാഗമാണ്. ഓക്കെ, അടുത്തതിലേക്ക് വന്നേ. നമുക്ക് ഈ പിക്ചർ കണ്ടോ? 1-2 ഒക്കെ ടീച്ചർ എടുത്തിട്ടതാണ്. നമുക്ക് സൺലൈറ്റ് ഇവിടെ കാണാം, നിങ്ങൾക്ക് ഇത് റെയിൻഫോൾ കാണാം, അതുപോലെ വിൻഡ് ഇവിടെ കാണാം, ക്ലൗഡ്സ്. ഓക്കെ, എന്താണ് ഈ മിസ്റ്റ് എന്ന് പറയുന്നത്? മൂടൽമഞ്ഞ് അല്ലേ, ചെറിയ രീതിയിലുള്ള മൂടൽമഞ്ഞിനെയാണ് നമ്മൾ മിസ്റ്റ് എന്ന് പറയുക. ഓക്കെ, ഇതെല്ലാം ഡിഫറെൻ്റ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആണ്. അടുത്തതിലേക്ക് വന്നേ. വിച്ച് ആർ ദ എലമെൻറ്റ്സ് ഓഫ് വെതർ. നമ്മുടെ ചാപ്റ്ററിൻ്റെ ഒരു കീ വേർഡാണ് എലമെൻറ്റ്സ് ഓഫ് വെതർ. ഈ എലമെൻറ്റ്സ് ഓഫ് വെതറിനെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുക. അതുകൊണ്ട് തന്നെ ഈ വേർഡ് വളരെ പ്രധാനപ്പെട്ടതാണ്, എലമെൻറ്റ്സ് ഓഫ് വെതർ. The atmospheric conditions of any place depend on the factors like temperature, pressure, wind. They are called elements of weather. അപ്പോൾ ഏതൊക്കെയാണ് എലമെൻറ്റ്സ് ഓഫ് വെതർ? ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്. എന്തുകൊണ്ടാണ് ഇതിനെ എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് പറയുന്നത്? ബിക്കോസ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഓഫ് എനി പ്ലേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫാക്ടേഴ്സ്, ദീസ് ഫാക്ടേഴ്സ്. അപ്പോൾ സൺലൈറ്റ് ആണെങ്കിലും, റെയിൻഫോൾ ആണെങ്കിലും, വിൻഡ് ആണെങ്കിലും, ക്ലൗഡ്സ് ആണെങ്കിലും, ഏത് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആണെങ്കിലും, ഇനി ഈവൻ മിസ്റ്റ് ആണെങ്കിലും, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വരിക ഈ എലമെൻസിനെ.
ടെമ്പറേച്ചർ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പ്രഷറും മറ്റൊരു ഫാക്ടറാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് വെതർ എന്നാണ് പറയുക. എലമെൻറ്റ്സ് ഓഫ് വെതർ. ഓക്കെ, ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്? നമ്മളെല്ലാവരും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വെതർ എന്ന് വെച്ചാലും ക്ലൈമറ്റ് എന്ന് വെച്ചാലും അത് സെയിം ആണെന്ന് നമ്മൾ വിചാരിക്കും. രണ്ട് വേർഡുകളും ഒരേ ഒരു മീനിങ് ആണെന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയല്ല, അതിന് ഡിഫറൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്? വെതർ എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. വെതർ, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് സച്ച് ആസ് temperature, pressure, wind, humidity and precipitation for a shorter period of time are termed as weather. എന്താണ് weather? Atmospheric conditions such as temperature, pressure, wind, humidity and precipitation for a shorter period. ആ വേർഡ് ശ്രദ്ധിച്ചേ, ഷോർട്ടർ പീരീഡ്. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആയ ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, പെർസിപ്പിറ്റേഷൻ, ഇത് എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ഷോർട്ട് പീരീഡിലേക്കുള്ള ഈ ഒരു കണ്ടീഷനാണ് വെതർ. അപ്പോൾ വെതർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം ആയിട്ട് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ചില കണ്ടീഷൻസിനെയാണ് നമ്മൾ വെതർ എന്ന് പറയുക. എന്നാൽ ക്ലൈമറ്റ് എന്താണെന്ന് നോക്കിയേ, the average weather conditions experienced for a longer period over a larger area is termed as the climate. ക്ലൈമറ്റിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ്. എന്താണ് ഇതിൻ്റെ സ്കോപ്പ് വളരെ വാസ്റ്റാന്ന് പറയുന്നത്? ആവറേജ് വെതർ കണ്ടീഷൻസ് എക്സ്പീരിയൻസ് ഫോർ എ ലോങ്ങർ പീരീഡ് ഫോർ എ ലാർജർ ഏരിയ ഈസ് ടേംഡ് ആസ് ദ ക്ലൈമറ്റ്. അപ്പോൾ നമ്മൾ വെതർ പറയുമ്പോൾ നമ്മൾ ഓരോ പ്രത്യേക ഷോർട്ടായിട്ടുള്ള ഏരിയകളിലെ, ചെറിയ ഏരിയകളിലെ ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ, അവിടുത്തെ പ്രഷർ, അവിടുത്തെ ഹ്യൂമിഡിറ്റി, അവിടുത്തെ പെർസിപ്പിറ്റേഷൻ, ഇതൊക്കെയാണ് നമ്മൾ വെതർ എന്ന് പറയുക. എന്നാൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ആവറേജ് വെതർ കണ്ടീഷൻ എക്സ്പീരിയൻസ് ഫോർ എ ലോങ് പീരീഡ് ഫോർ എ ലാർജർ ഏരിയ. ഇന്ത്യയുടെ ക്ലൈമറ്റ് എന്ന് നമുക്ക് പറയാം. ഇന്ത്യയുടെ ക്ലൈമറ്റ്, കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയയാണ്. എന്നാൽ കേരളത്തിൻ്റെ ക്ലൈമറ്റ് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. കേരളത്തിൻ്റെ പറയുമ്പോൾ നമ്മളൊരു ചെറിയ ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെതർ ഒരു ഷോർട്ട് പീരീഡിലേക്കുള്ള വെതർ. എന്നാൽ ക്ലൈമറ്റ് ഒക്കെ നമ്മൾ പറയുമ്പോൾ അതൊരു വലിയ ഏരിയയുടെ ഒരു ലോങ് പീരീഡാണ് പറയുക എന്ന് പ്രത്യേകം ഓർക്കുക. ഓക്കെ, അവിടെ ഉണ്ടായ ഒരു ലോങ് പീരീഡിൽ, ആ പീരീഡ് നമുക്ക് നോക്കുക. അടുത്ത പോയിന്റിലേക്ക് വന്നേ. ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ കൺസിഡറിങ് the weather conditions about 35 to 40 years. ഏകദേശം 35 മുതൽ 40 കൊല്ലത്തോളം ഒരു പ്രദേശത്തിൻ്റെ വെതർ പഠിക്കുകയും അതിൻ്റെ ആവറേജ് എടുക്കുകയും അതാണ് നമ്മൾ ക്ലൈമറ്റായിട്ട് പറയുകയും ചെയ്യുക. അപ്പോൾ ഒരു 35-40 കൊല്ലത്തെ വെതർ കണ്ടീഷൻസ് പഠിച്ച് അതിൻ്റെ ആവറേജ് എടുത്ത് അത് പറയുമ്പോഴാണ് അത് ക്ലൈമറ്റായിട്ട് മാറുക. അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ ക്ലൈമറ്റ് പറയണമെങ്കിൽ നമ്മളൊരു ലോങ് പീരീഡ് വെതറിനെ ഒബ്സർവ് ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പോൾ വെതർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡിലേക്കുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആണ്. എന്നാൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡിലേക്കുള്ള ഒരു ലാർജർ ഏരിയയുടെ വെതർ കണ്ടീഷൻസ് ആണ്. ഓക്കെ, ആ ടൈം പീരീഡും കൂടി ഒന്ന് നോക്കുക. 35 to 40 years. The significance of weather studies in day-to-day life human activities. നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിലെ, നമ്മുടെ മനുഷ്യരുടെ സാധാരണ ജീവിതത്തിൽ, അവൻ്റെ ഡേ ടു ഡേ ജീവിതത്തിൽ ഈ വെതർ എന്നതിൻ്റെ, ആ വെതർ സ്റ്റഡീസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനാണ് നമ്മൾ വെതർ പഠിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ രാജ്യമൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഓരോ കാലാവസ്ഥ കാര്യങ്ങളും പഠിക്കുക. ഓരോ ദിവസത്തെയും ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതിൻ്റെ റെയിൻഫോൾ, അത് പെർസിപ്പിറ്റേഷൻ, അതിൻ്റെ രീതി, അല്ലേ, കാറ്റ്, വിൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അനുനിമിഷം പഠിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി
ഗവൺമെൻറ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വെതർ സ്റ്റഡീസിന് ഉപയോഗിക്കുന്ന മറ്റ് ഉപകരണങ്ങളും ബലൂണുകളുമൊക്കെ ഉപയോഗിച്ച് അതിനുള്ള മെഷീൻസൊക്കെ ഉപയോഗിച്ച് വെതർ പഠിക്കുന്നു. എന്താണ് ഈ വെതർ സ്റ്റഡീസിൻ്റെ സിഗ്നിഫിക്കൻസ്? ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ അതിനെന്ത് സിഗ്നിഫിക്കൻസ് ആണുള്ളത്, എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളത്, എന്തിനാണ് നമ്മൾ വെതർ പഠിക്കുന്നത്? ഓക്കെ, അതിന് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. നോക്കിക്കേ പോയിന്റ്സ്. അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ്. വെതർ കണ്ടീഷൻസ് സ്റ്റഡി ചെയ്യാതെ ഇന്നത്തെ രീതിയിലുള്ള സയൻറ്റിഫിക് രീതിയിലുള്ള അഗ്രികൾച്ചറും ഫാമിങ്ങും സാധിക്കുകയില്ല, അല്ലേ? അപ്പോൾ അഗ്രികൾച്ചർ ചെയ്യുന്നവരും ഫാമിങ് നടത്തുന്നവരും എല്ലാ കാര്യത്തിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വെതർ കണ്ടീഷൻസാണ്. വെതർ നോക്കിയിട്ടാണ് നമ്മൾ അത് ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ അറിഞ്ഞിട്ടാണ് ഏത് കൃഷി ചെയ്യണം, എപ്പോൾ കൃഷി ഇറക്കണം, എന്ന് വിത്തിടണം, എന്ന് ഹാർവസ്റ്റ് ചെയ്യണം, അല്ലേ? ഹാർവസ്റ്റും ഒക്കെ ഈ വെതർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ തീരുമാനിക്കുക. സമയത്ത് ഹാർവസ്റ്റ് ചെയ്തെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മഴയൊക്കെ വന്ന് നമ്മുടെ ക്രോപ്സ് എല്ലാം നശിച്ചു പോകും. അപ്പോൾ എപ്പോൾ വിതയ്ക്കണം, എപ്പോൾ കൊയ്യണം, എന്ത് വളവിടണം, ഏത് സമയത്ത് വളവിടണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് വെതർ സ്റ്റഡീസിൻ്റെ ബേസിലാണ്. അപ്പോൾ അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ്. സെക്കൻഡ് വൺ, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. എന്താണ് ഈ പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ? ഡിസാസ്റ്ററിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക. ഇപ്പോൾ വെതർ പഠിക്കുമ്പോൾ നമുക്ക് കാറ്റടിക്കുമോ, മഴയുണ്ടാകുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നാച്ചുറലായിട്ടുള്ള കലാമിറ്റീസ് സംഭവിക്കുമോ എന്നൊക്കെ പഠിച്ചിട്ട് ഡിസാസ്റ്ററിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രിക്കോഷൻസൊക്കെ നമ്മൾ എടുക്കുന്നു. അതാണ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ട്രാവൽ. നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ്, ഏതെങ്കിലും ഒരു വസ്തു ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വെതർ കണ്ടീഷൻസ് പഠിക്കും, അല്ലേ? ചില യാത്രകൾക്ക് മഴയുണ്ടാകുമോ, കാറ്റടിക്കുമോ, അല്ലെ ചൂട് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ട്രാവലിന് വേണ്ടിയുള്ള ദിവസം തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നത്, അതിനുവേണ്ടിയുള്ള സാമഗ്രികൾ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്, അതിനുവേണ്ട വണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ട മറ്റ് ഫെസിലിറ്റീസ് നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ട്രാവലിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെതർ കണ്ടീഷൻ. ടെമ്പറേച്ചർ, റെയിൻഫോള്, ഹ്യൂമിഡിറ്റി, അതുപോലെ വിൻഡ്, ഇതെല്ലാം നമ്മൾ പരിഗണിക്കണം. അടുത്ത എനർജി കൺസംഷൻ. നമുക്കറിയാം എനർജി കൺസംഷൻ, നമുക്ക് എനർജി ഏതെല്ലാം രീതിയിലാണ് നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെയുള്ള എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ മഴയുടെ അളവ്, മഴയുണ്ടാകുന്ന മാസങ്ങൾ, ഇതൊക്കെ നോക്കി നമ്മൾ എനർജി കൺസംഷനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുകയും എനർജി കൺസംഷൻ ഇൻക്രീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ വെതർ സ്റ്റഡീസുമായിട്ട് വളരെ കണക്റ്റഡ് ആണ് എനർജി കൺസംഷൻ. ദെൻ പബ്ലിക് ഹെൽത്ത്. മഴക്കാലത്തിന് മുമ്പ് നമ്മൾ പല പ്രിക്കോഷൻസും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കാറുണ്ട്, അല്ലേ? ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പല പ്രിക്കോഷൻസും നമ്മൾ സ്വീകരിക്കാറുണ്ട്. പല മെഡിസിൻസും നമ്മൾ അത് വാങ്ങി വയ്ക്കാറുണ്ട്. അപ്പോൾ പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് തീരുമാനങ്ങൾ എടുക്കുന്നതും പേഴ്സണലി നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കുന്നതും നമ്മുടെ ലോക്കൽ ബോഡീസ് തീരുമാനമെടുക്കുന്നതും എല്ലാം ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? വെതർ കണ്ടീഷൻസിനെ, വെതർ സ്റ്റഡീസുമായിട്ട് അതിന് നല്ല ഒരു കണക്ഷനുണ്ട്. ദെൻ പേഴ്സണൽ ഡെയിലി റൂട്ടീൻ. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മുടെ യാത്ര, നമ്മുടെ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ പോലും നമ്മുടെ വെതർ കണ്ടീഷൻസുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അത് നമ്മൾ പരിഗണിച്ചിട്ടാണ് തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 6 എണ്ണം നമുക്കിവിടെ തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇത്രയും സമയം പഠിച്ചത്? എന്തൊക്കെയാണ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് എന്ന് കണ്ടു, അതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഈ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് അങ്ങനെ രൂപപ്പെടാനുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. എന്താണ് വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമ്മൾ കണ്ടു. വെതർ സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഈ വെതർ ഇതുമായിട്ട് അല്ലെങ്കിൽ ക്ലൈമറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വെതർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ കാണാം. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, IMD. അവിടെ സിമ്പിൾ നോക്കുക, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവരെ എന്താണ് ചെയ്യുക? ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ദ ഏജൻസി ഫങ്ഷനിങ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്
മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. ഇതിന് റീജിയണൽ ക്വാർട്ടേഴ്സ് നമ്മുടെ മെയിൻ സിറ്റികളിലൊക്കെ ഉണ്ട്. കൊൽക്കത്ത, ചെന്നൈ, അങ്ങനെ മെയിൻ സിറ്റീസിൽ ഇതിന് റീജിയണൽ ഓഫീസസ് ഉണ്ട്. പക്ഷേ ഇവരുടെ മെയിൻ ഹെഡ് ക്വാർട്ടർ ഡൽഹിയിലായിരിക്കും. ഈ IMD ആണ് ഇന്ത്യയുടെ വെതറുമായിട്ടും ക്ലൈമറ്റുമായിട്ടും ബന്ധപ്പെട്ട എല്ലാ സ്റ്റഡീസും കണ്ടക്ട് ചെയ്യുന്നതും അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതും, ഓക്കെ, അതിനെപ്പറ്റി അനൗൺസ് ചെയ്യുന്നതും. ഇവർക്ക് ഹൺഡ്രഡ്സ് ഓഫ് ഒബ്സർവേഷൻ സ്റ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അന്റാർട്ടിക്കയിൽ പോലും സ്റ്റേഷൻ ഉണ്ടെന്ന് പറയുന്നു. നമ്മുടെ IMD ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അന്റാർട്ടിക്കയിൽ ഒരു സ്റ്റേഷൻ ഇട്ടിട്ടുണ്ട്. എന്തിനാണ്? അന്റാർട്ടിക്കയുടെ വെതർ കണ്ടീഷൻസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി. അപ്പോൾ അന്റാർട്ടിക്കയിൽ പോലും സ്റ്റേഷനുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് IMD. അവരാണ് വെതർ സ്റ്റഡീസ് നടത്തുക. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. നമ്മളിനി എലമെൻറ്റ്സ് ഓരോന്നായിട്ട് പഠിക്കാൻ പോവാം. എലമെൻറ്റ്സ് അറ്റ്മോസ്ഫിയറിക്, നമ്മൾ ആദ്യം കണ്ട എലമെൻറ്റ്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഇത് എലമെൻറ്റ്സ് ഓഫ് വെതർ. എലമെൻറ്റ്സ് ഓഫ് വെതറിനെയാണ് നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ്സ് ഓഫ് വെതർ ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചറിനെ പറ്റി പഠിക്കാം. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ ഹീറ്റഡ് ആവുന്നത്, എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിന് ഹീറ്റ് ഉണ്ടാവുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കീ വേർഡ്സ് ഒക്കെ നമ്മൾ പഠിക്കാൻ പോവുക. ഇൻസുലേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേർഡാണ് ഇൻസുലേഷൻ. ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും. ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനുമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇത്രയും ഹീറ്റ് ഉണ്ടാകാനുള്ള കാരണം. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള, നമുക്കറിയാം എർത്ത് ഒരു പ്ലാനറ്റാണ്. ആ പ്ലാനറ്റ് പോലെ തന്നെ മറ്റു പ്ലാനറ്റുകളുണ്ട്. പക്ഷേ മറ്റു പ്ലാനറ്റുകൾക്കില്ലാത്ത എർത്തിന് മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതിന് നമ്മൾ ആദ്യം പഠിക്കേണ്ട കീ വേർഡാണ് ഇൻസുലേഷൻ. വാട്ട് ഈസ് ഇൻസുലേഷൻ? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻസുലേഷൻ? എന്താണ് ഈ ഇൻസുലേഷൻ? എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ദ എമൗണ്ട് ഓഫ് സൺറൈസ് റീച്ചിങ് ദ എർത്ത് സർഫസ് ഈസ് കോൾഡ് ദ ഇൻസുലേഷൻ. സൺറൈസ് എർത്തിൻ്റെ സർഫസിലേക്ക് വരുന്ന ആ സൺറൈസിനെയാണ് ഇൻസുലേഷൻ എന്ന് പറയുക. നമുക്കറിയാം എല്ലാ എനർജിയും സണ്ണിൽ നിന്നാണ് വരിക. അപ്പോൾ സണ്ണിൽ നിന്ന് പുറപ്പെടുന്ന എനർജി, അതിനെ നമുക്ക് സൺറൈസ് എന്ന് വിളിക്കാം. ആ സൺറൈസിൻ്റെ എമൗണ്ട് ഇതെവിടെ എത്തിച്ചേരുന്നു? സർഫസ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ സർഫസിലേക്ക് എത്തിച്ചേരുന്ന സൺറൈസിൻ്റെ എമൗണ്ടിനെയാണ് ഇൻസുലേഷൻ എന്ന് വിളിക്കുക. ദ എമൗണ്ട് ഓഫ് സൺറൈസ് reaching the earth's surface is called insulation. Only a small amount of energy radiated from the sun reaches the earth's surface. Approximately 1 part of 200 million. സണ്ണിൽ നിന്നും 200 മില്യൺ എനർജി എമിറ്റ് ചെയ്യുകയും പുറത്തേക്ക് വരികയും അത് അറ്റ്മോസ്ഫിയറിലൂടെ വന്ന് എർത്തിൻ്റെ സർഫസിലെത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ 200 മില്യണിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഇവിടെ എത്തുന്നുള്ളൂ. ബാക്കി ഇൻസുലേഷൻ്റെ ബാക്കിയുള്ള എനർജി എവിടെ പോകുന്നു? അത് റേഡിയേഷനിലൂടെയും മറ്റു രീതിയിലും നഷ്ടപ്പെട്ടു പോകുന്നു. മുഴുവനും എവിടെ എത്തുന്നില്ല? എർത്തിൻ്റെ സർഫസിലെത്തുന്നില്ല. എർത്തിൻ്റെ സർഫസിലെത്തുന്നത് 200 മില്യൻ്റെ ഒരു പാർട്ടാണ് എത്തുക. ഒരു പാർട്ട്. അത് നമ്മളൊരു പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ ഇൻസുലേഷൻ്റെ 51% മാത്രമേ എർത്തിൻ്റെ സർഫസിൽ എത്തുന്നുള്ളൂ. ബാക്കി എത്രയാണ് ഉള്ളത്? 49. ഈ 49 എവിടെ പോയി? അത് റേഡിയേറ്റ് ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ ക്ലൗഡും ഡസ്റ്റ് പാർട്ടിക്കിൾസും അബ്സോർബ് ചെയ്യുകയോ ചെയ്ത് അത് ഇടയ്ക്ക് വെച്ച് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. ദ എർത്ത് സർഫസ് ഗെറ്റ് ഹീറ്റഡ് ബൈ ഇൻസുലേഷൻ. ഇൻസുലേഷനിലൂടെ അറ്റ്മോസ്ഫിയർ അല്ല ഹീറ്റ് ആകുന്നത്. പിന്നെ എവിടെയാണ് ഹീറ്റ് വരിക? എർത്ത് സർഫസ്.
എർത്തിൻ്റെ സർഫസ് ആണ് ഹീറ്റ് ആകുക. ദ എർത്ത് സർഫസ് ഗെറ്റ് ഹീറ്റഡ് ബൈ ഇൻസുലേഷൻ. ദെൻ ദിസ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ അറ്റ്മോസ്ഫിയർ ത്രൂ വേരിയസ് പ്രോസസ്സസ് ഫ്രം ദ എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ നിന്നും ആണ് ഹീറ്റ് ട്രാൻസ്ഫർ ആയപ്പെടുക. ഓക്കെ, ദിസ് ഹീറ്റ്, ഏതാണ് ഈ ദിസ് ഹീറ്റ് എന്ന് പറയുന്നത്? എർത്തിൻ്റെ സർഫസിലേക്ക് വന്ന ഈ ഹീറ്റ് ഇൻസുലേഷനിലൂടെ എർത്തിൻ്റെ സർഫസിലെത്തിയ ഹീറ്റ് അവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതിന് പല മെത്തേഡ്സ് ഉണ്ട്, വേരിയസ് പ്രോസസ്. ദ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ടു ദ അറ്റ്മോസ്ഫിയർ ത്രൂ വേരിയസ് പ്രോസസ് ഫ്രം ദ എർത്ത് സർഫസ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഹീറ്റഡ് ആകുന്നത് എർത്തിൻ്റെ സർഫസിൽ നിന്നും ഹീറ്റ് പോകുന്നതാണ്, ഇൻസുലേഷനിലൂടെ വരുന്ന ഹീറ്റ് അല്ല. എല്ലാവരും മനസ്സിലാക്കിയല്ലോ. ഇൻസുലേഷൻ എന്ന് പറയുന്നത് സണ്ണിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന എനർജിയാണ് ഇൻസുലേഷൻ എന്ന് പറയുക. അത് അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ആക്കുന്നില്ല, പകരം അത് എർത്തിൻ്റെ സർഫസിലേക്ക് വരുന്നു, എർത്തിൻ്റെ സർഫസിനെ ഹീറ്റ് ആക്കുന്നു. എർത്തിൻ്റെ സർഫസിൽ നിന്നും ആ ഹീറ്റ് പല പ്രോസസ്സിലൂടെ അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. ഓക്കെ, എത്ര പെർസെൻറ്റേജ് ആണ് എർത്തിൻ്റെ സർഫസിൽ എത്തുന്ന ഹീറ്റ്? 51%. 49% ഹീറ്റിന് എന്ത് സംഭവിക്കുന്നു? ആ ഹീറ്റ് ക്ലൗഡ്സും ഡസ്റ്റ് പാർട്ടിക്കിൾസും അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്പേസിലേക്ക് റേഡിയേറ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുന്നു. 51% ആണ് എർത്തിൻ്റെ സർഫസിലെത്തുക. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. ഇൻസുലേഷൻ ഡസ് നോട്ട് ഹീറ്റ് ദ അറ്റ്മോസ്ഫിയർ കൺസിഡറബിളി. വൈ? ഇൻസുലേഷൻ അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് ഹീറ്റ് ദ അറ്റ്മോസ്ഫിയർ. വൈ? A part of insulation coming towards the earth gets depleted or absorbed by the atmospheric particles such as clouds and dust particles. Okay, a part of insulation is absorbed by the clouds and dust particles in the atmosphere. കുറേ അറ്റ്മോസ്ഫിയറിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസും ക്ലൗഡ്സും അബ്സോർബ് ചെയ്യുന്നു, കുറേ റേഡിയേറ്റ് ചെയ്തു പോകുന്നു. ഓക്കെ, അത് അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യുന്നില്ല. ആസ് ദ കമ്മിങ് സോളാർ റേഡിയേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്, ഇറ്റ് ഡസ് നോട്ട് ഹീറ്റ് ദ അറ്റ്മോസ്ഫിയർ കൺസിഡറബിളി. രണ്ടാമത്തെ റീസൺ എന്താണ്? ദീസ് ഇൻസുലേഷൻ, ദ സോളാർ റേഡിയേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. ഇൻസുലേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. ഷോർട്ട് വേവ്സ് ആണ്. ഇൻസുലേഷനിലൂടെ സണ്ണിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ സോളാർ റേഡിയേഷൻ അത് ഷോർട്ട് വേവ്സ് ആണ്. ഷോർട്ട് വേവ്സിന് അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ദിസ് ഷോർട്ട് വേവ്സ്, ഇറ്റ് ഹാസ് നോ കപ്പാസിറ്റി ടു ഹീറ്റ് അപ്പ് ദ അറ്റ്മോസ്ഫിയർ. ഇറ്റ് ഹീറ്റഡ് ദ സർഫസ് ഓഫ് ദ എർത്ത് ഓൺലി. അപ്പോൾ ഈ വരുന്ന ഷോർട്ട് വേവ്സിനെ എന്ത് ചെയ്യാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ? നമ്മുടെ എർത്തിൻ്റെ സർഫസിനെ ഹീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഷോർട്ട് വേവ്സിനില്ല. ഇൻസുലേഷൻ ഷോർട്ട് വേവ്സ് ആണ്. മനസ്സിലായല്ലോ? ഇൻസുലേഷൻ്റെ ഒരു പാർട്ട് ക്ലൗഡ്സും ഡസ്റ്റ് പാർട്ടിക്കിൾസും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയർ ഹീറ്റ് ആകുന്നില്ല. മനസ്സിലായല്ലോ? ഇൻസുലേഷൻ അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ? അതിൻ്റെ ഒരു പാർട്ട് absorbed by atmospheric particles like clouds and dust particles, and this coming solar radiation is in the form of short waves, and these short waves have no capacity to heat the atmosphere. It heat the surface of the earth only. Do you understand? Yes. Then ഇനി എർത്തിൻ്റെ സർഫസ് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് നമ്മൾ കണ്ടു അല്ലേ? അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ പ്രോസസ്സസ് ഏതൊക്കെയാണ്? ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന വേരിയസ് പ്രോസസ്സസ് ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ. 4 പ്രോസസ്സ് ഉണ്ട്. കണ്ടക്ഷനിലൂടെ കുറേ ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കൺവെക്ഷനിലൂടെ ട്രാൻസ്ഫർ ചെയ്യും. അഡ്വെക്ഷനിലൂടെ ട്രാൻസ്ഫർ ചെയ്യും. റേഡിയേഷനിലൂടെ ട്രാൻസ്ഫർ ചെയ്യും. 4 വേരിയസ് പ്രോസസ്സിലൂടെയാണ് എർത്തിൻ്റെ സർഫസിൽ നിന്നുള്ള ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ആകുക. ഓക്കെ, എർത്തിൻ്റെ സർഫസിലെ ഹീറ്റിനെ
എർത്തിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്ത് പോവുകയല്ല. എർത്തിൻ്റെ സർഫസിലുണ്ടാകുന്ന ആ 51% ഹീറ്റ് ഉണ്ടല്ലോ, ആ ഹീറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതിന് 4 പ്രോസസ്സ് വേണം. കണ്ടക്ഷൻ ഉണ്ടാകണം, കൺവെക്ഷൻ ഉണ്ടാകണം, അഡ്വെക്ഷൻ ഉണ്ടാകണം, റേഡിയേഷൻ ഉണ്ടാകണം. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് നമ്മുടെ മോർ റീഡിങ്ങിൽ തന്നിട്ടുണ്ട്. കണ്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് ഡയറക്ട്ലി ഇൻ കോണ്ടാക്ട് വിത്ത് ദ സർഫസ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ സർഫസിനോട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള ഭാഗത്തേക്ക് ഈ എർത്തുമായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ആ ഹീറ്റ് തന്നെത്താനെ ട്രാൻസ്ഫർ ആയി പോകും. എർത്തിനോട് ചേർന്ന് നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗമുണ്ടല്ലോ, ഏറ്റവും ലോവർ പാർട്ട്, അവിടേക്ക് എർത്തുമായിട്ട് ടച്ചായിട്ട് നിൽക്കുന്നത് കൊണ്ട്, ടച്ചിങ് കൊണ്ട് അതിലേക്ക് ഹീറ്റ് കയറും. അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുക. എന്നാൽ കൺവെക്ഷൻ എന്താണ്? ആസ് ദ ഹീറ്റഡ് എയർ എക്സ്പാൻഡ് ആൻഡ് റൈസ് അപ്പ്. ഹീറ്റഡ് ആയിട്ടുള്ള എയർ എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് ഉയരുന്നു. നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഗ്യാസസ് അത് ലൂസാണ്, അതിന് ചലിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഹീറ്റഡായ ലോവർ പാർട്ടിലെ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് സംഭവിക്കുന്നു? ഹയർ പാർട്ടിലേക്ക്, ഹയർ ഏരിയയിലേക്ക് സഞ്ചരിക്കുകയും അവിടെ പോയി ഹീറ്റ് കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് കൺവെക്ഷൻ. ഇനി അഡ്വെക്ഷൻ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഹൊറിസോണ്ടലി ത്രൂ വിൻഡ്. ഒരു സ്ഥലത്തെ ഹീറ്റ് വിൻഡിലൂടെ മറ്റൊരു സ്ഥലത്തേക്ക് ഹൊറിസോണ്ടലി പോകുന്നു. ഏതാണ് ഹൊറിസോണ്ടൽ? ഇങ്ങനെ പോവുക അല്ലേ, ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മുകളിലേക്ക് അല്ലേ, വെർട്ടിക്കൽ മുകളിലോട്ടും താഴോട്ടും, അതാണ് വെർട്ടിക്കൽ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരശ്ചീനമായിട്ട് പോവുക. അത് വിൻഡിലൂടെ ഒരു സ്ഥലത്തെ ഹീറ്റ് മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പെടുന്നു. അതാണ് മറ്റൊരു മാർഗം, അഡ്വെക്ഷൻ. ഇനി റേഡിയേഷൻ എന്താണ്? എമിഷൻ ഓഫ് എനർജി ഫ്രം ദ ഫോം ഓഫ് ലോങ് വേവ്സ്. എർത്തിൻ്റെ സർഫസിൽ നിന്നും ലോങ് വേവ്സിൽ റേഡിയേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. റേഡിയേഷനിലൂടെ പുറത്തേക്ക് വരുന്നു. ഇവിടെ നിന്ന് എർത്തിൻ്റെ സർഫസിലുള്ള ഹീറ്റ് റേഡിയേഷനിലൂടെ ലോങ് വേവ്സ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ 4 പ്രോസസ്സാണ് ഹീറ്റ് ട്രാൻസ്ഫറിനുള്ളത്. ഇൻസുലേഷനിലൂടെ എർത്തിൻ്റെ സർഫസിൽ വന്ന് ഹീറ്റ് 51% ഹീറ്റ് എർത്തിൻ്റെ സർഫസിനെ ഹീറ്റാക്കുന്നു. ആ ഹീറ്റിനെ അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിന് കണ്ടക്ഷൻ നടക്കുന്നു, കൺവെക്ഷൻ നടക്കുന്നു, അഡ്വെക്ഷൻ നടക്കുന്നു, റേഡിയേഷൻ നടക്കുന്നു. ഓക്കെ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പോൾ ഇൻസുലേഷൻ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ എർത്തിൻ്റെ സർഫസിൽ നിന്നുള്ള റേഡിയേഷൻ. നമ്മളിപ്പോൾ പഠിച്ച ഈ റേഡിയേഷൻ തന്നെയാണ്, ഇത് തന്നെയാണ് റേഡിയേഷൻ. ഹീറ്റ് ട്രാൻസ്ഫറിനുള്ള ഒരു പ്രോസസ്സാണ്. ടെറസ്ട്രിയൽ എന്നുള്ള വേർഡ് എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്നാണെന്ന് കാണിക്കാനാണ് ടെറസ്ട്രിയൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ടെറസ്ട്രിയൽ, എർത്തിൻ്റെ സർഫസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്നും സൂര്യൻ്റെ എനർജി അല്ലെങ്കിൽ ഹീറ്റ് റേഡിയേറ്റ് ചെയ്യുന്നതിനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുക. ദ റേഡിയേഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ് ഫ്രം ദ എർത്ത് സർഫസ് ഈസ് കോൾഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ലോങ് വേവ്സ്. Insulation is short waves. Short waves has no capacity to heat the atmosphere. But this terrestrial radiation, it is re-radiation of energy in the form of long waves. And these long waves, they have the capacity to heat the atmosphere. അപ്പോൾ ടെറസ്ട്രിയൽ റേഡിയേഷനിലൂടെ പുറത്തേക്ക് വരുന്ന ലോങ് വേവ്സ് അതിനെ അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഹീറ്റ് ആവുന്നു. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്നും റേഡിയേഷനിലൂടെ പുറത്തേക്ക് വരുന്ന റേഡിയേഷനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുക. അത് ലോങ് വേവ്സ് ആണ്. ലോങ് വേവ്സ് ദേ ക്യാൻ ഹീറ്റ് ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻസുലേഷൻ അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ടെറസ്ട്രിയൽ റേഡിയേഷനെ അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ടെറസ്ട്രിയൽ റേഡിയേഷൻ ലോങ് വേവ്സ് ആണ്. ലോങ് വേവ്സ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഹീറ്റ് ബജറ്റ്. അതായത് ഈ ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചറിനെ ഏകദേശം ബാലൻസ് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഭൂമിയിൽ ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? ഒന്നുകിൽ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഹോട്ടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര കോൾഡായിരിക്കും. അപ്പോൾ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ഹീറ്റ് ബാലൻസ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ എർത്തിൽ നമ്മളെപ്പോലുള്ള ജീവജാലങ്ങൾക്ക്, ചെടികൾക്ക്, മൃഗങ്ങൾക്ക് വളരാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ നമ്മൾ പോകുന്നത് ഹീറ്റ് ബജറ്റിലേക്ക് പോവുകയാണ്. ഹീറ്റ് ബജറ്റ് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്ന് പഠിക്കണം. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? എന്താണ് ഗ്രീൻ ഹൗസ് എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് കാണുക. ഇതാണ് ഗ്രീൻ ഹൗസ്. ഇതാണ് ഗ്രീൻ ഹൗസ്. ഇത് സാധാരണഗതിയിൽ ഗ്രീൻ ഹൗസ് ഉണ്ടാക്കുന്നത് വളരെ കോൾഡായിട്ടുള്ള ഏരിയയിലാണ്. നമ്മുടെ നോർത്ത് പോളിലും സൗത്ത് പോള് പോലെയുള്ള അല്ലെങ്കിൽ കാനഡയൊക്കെ പോലെയുള്ള വളരെ കോൾഡായിട്ടുള്ള ഏരിയയിലെ ചെടികളും മരങ്ങളും ഒക്കെ അവരുടെ വിൻ്റർ സീസണിലും അവർക്ക് ഗ്രോ ചെയ്യിക്കണമെങ്കിൽ അവർക്ക് ഇതുപോലുള്ള ഗ്രീൻ ഹൗസുകൾ വേണം. എന്താണ് ഗ്രീൻ ഹൗസ്? വിൻ്റർ സീസണിൽ നമുക്കറിയാം ചെടികൾക്ക് അവരുടെ ഇലയൊക്കെ പൊഴിഞ്ഞു പോയി അവർക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ചെടികളിൽ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ, നമുക്ക് അഗ്രികൾച്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രീൻ ഹൗസുകൾ വേണം. ഗ്രീൻ ഹൗസിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഗ്ലാസ് ഹൗസാണ്. ആ ഗ്ലാസ് ഹൗസിനുള്ളിൽ വരുന്ന അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കഴിവ് ഗ്ലാസ് ഹൗസുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് ഹൗസിനുള്ളിൽ നമുക്ക് ചെടികളും മരങ്ങളും ഒക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഗ്ലാസ് ഹൗസ് എന്തായിട്ട് പ്രവർത്തിക്കുന്നു? നമ്മുടെ ടെമ്പറേച്ചറിനെ, ഉള്ള അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നു. ഇതേ ഇഫക്റ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നാച്ചുറലി ഉണ്ടാകാറുണ്ട്. എന്താണ് അതിൻ്റെ കാരണമെന്ന് നമുക്കൊന്ന് പഠിക്കാം. നാച്ചുറലി നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ ഒരു ഗ്രീൻ ഹൗസ് പോലെ പ്രവർത്തിക്കുന്നു. നമ്മുടെ അന്തരീക്ഷ ടെമ്പറേച്ചറിനെ അത് ഹോൾഡ് ചെയ്ത് നിർത്തുന്നു. എങ്ങനെയാണ് ഇത് ഹോൾഡ് ചെയ്യപ്പെടുക? ദ അബ്സോർപ്ഷൻ ഓഫ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ബൈ ദ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് സച്ച് ആസ് കാർബൺ ഡൈ ഓക്സൈഡ് ഹീറ്റ് അപ്പ് ദ അറ്റ്മോസ്ഫിയർ. നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷനിലൂടെ ലോങ് വേവ്സ് ആയിട്ട് വെളിയിലേക്ക് വരുന്ന എനർജി ഈ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുകയും അത് അറ്റ്മോസ്ഫിയറിൽ അത് കീപ്പ് ചെയ്യുകയും ചെയ്യും, ഒരു ഗ്ലാസ് ഹൗസ് പോലെ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആര് പോലെ പ്രവർത്തിക്കുന്നു? ഒരു ഗ്ലാസ് ഹൗസ് പോലെ പ്രവർത്തിക്കുന്നു, അല്ലേ? ഇതുപോലുള്ള വിൻ്ററുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എക്സ്ട്രീം കോൾഡുള്ള സ്ഥലങ്ങളിൽ ഒരു ഗ്ലാസ് ഹൗസ് എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതേ കാര്യം തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് ചെയ്യാൻ പറ്റും. അത് എന്ത് ചെയ്യുന്നു? ടെറസ്ട്രിയൽ റേഡിയേഷനിലൂടെ എമിറ്റ് ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ ഹീറ്റ് അത് ഹോൾഡ് ചെയ്ത് നിർത്തുന്നു. അങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചറെ ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇൻക്രീസ് ചെയ്താൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകും. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ടെമ്പറേച്ചർ കൂടും, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. നമുക്ക് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എപ്പോഴും നോർമലായിട്ട് നിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ വില്ലൻ. എന്തിന് ഉള്ള വില്ലൻ? അന്തരീക്ഷത്തിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകാനുള്ള ആ ഒരു വില്ലനാണ് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഹീറ്റ് അപ്പ് ദ അറ്റ്മോസ്ഫിയർ, ഹീറ്റ് അപ്പ് ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഗ്രീൻ ഹൗസ് എല്ലാവരും കണ്ടു. ഇനി എന്താണ് ഹീറ്റ് ബജറ്റ്? Almost entire energy reaching the earth as insulation is radiated back every day. ഇൻസുലേഷനിലൂടെ എർത്തിൻ്റെ സർഫസിലെത്തുന്ന 51% ഓഫ് എനർജി എല്ലാ ദിവസവും റേഡിയേറ്റഡ് ബാക്ക് എവറി ഡേ. ഓക്കെ, ദസ് ദ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് റിമൈൻസ് ബാലൻസ് വിത്തൗട്ട് ബിക്കമിങ് എക്സ്ട്രീംലി കോൾഡ് ഓർ ഹോട്ട്. അങ്ങനെ നമ്മുടെ സർഫസ് ടെമ്പറേച്ചർ ഒരിക്കലും എക്സ്ട്രീംലി കോൾഡോ എക്സ്ട്രീംലി ഹോട്ടോ ആകാതെ അത് ബാലൻസ് ആകുന്നു. ഓക്കെ, ദിസ് പ്രോസസ് ഓഫ് ഹീറ്റ് ബാലൻസിങ് ഈസ് കോൾഡ് ഹീറ്റ് ബജറ്റ് ഓഫ് ദി എർത്ത്. നമ്മൾ നോക്കുക, ഇൻസുലേഷനിലൂടെ ഭൂമിയിലേക്ക് എത്തുന്ന, നമ്മുടെ എർത്തിൻ്റെ സർഫസിലേക്ക് എത്തുന്ന 51% ഓഫ് എനർജി അത് അബ്സോർബ് ചെയ്യപ്പെടുകയും എർത്തിൻ്റെ സർഫസിൽ തന്നെ നിലനിൽക്കുകയും ചെയ്താൽ എർത്ത് ചുട്ടുപൊള്ളുന്ന ഒരു പ്ലാനറ്റ് ആയിരിക്കും. അവിടെ ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റുകയില്ല, അല്ലേ? എല്ലാം നശിച്ചു പോകും. അങ്ങനെ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? എവറി ഡേ ഈ വരുന്ന ഇൻസുലേഷൻ, ഈ എൻറ്റയർ എനർജി എന്ത് സംഭവിക്കുന്നു? റേഡിയേറ്റഡ് ബാക്ക് എവറി ഡേ. Thus the surface temperature of the earth remains balanced. Surface temperature of the earth remains balanced without becoming extremely cold or extremely hot. വരുന്നു, റേഡിയേറ്റ് ചെയ്ത് ബാക്ക് പോകുന്നു.
This process of heat balancing is called a heat budget. Okay, heat budget. ബാലൻസിങ് ആണ്. ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും ബാലൻസ് ചെയ്തു പോകുന്നു. ഇങ്ങോട്ട് വരുന്ന എനർജിയും തിരിച്ച് റേഡിയേറ്റ് ചെയ്യപ്പെട്ടു പോകുന്ന എനർജിയും ബാലൻസ് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ആർ ബാലൻസ്ഡ് ആൻഡ് ഇറ്റ് കീപ് ദ സർഫസ് ഓഫ് ദ എർത്ത് without becoming extremely cold or hot. ഓക്കെ, ഇതാണ് ഇൻസുലേഷൻ. സണ്ണിൽ നിന്നും വരുന്ന റേസ്, അതാണ് ഇൻസുലേഷൻ കാണിച്ചിരിക്കുക. ഓക്കെ, ടെറസ്ട്രിയൽ റേഡിയേഷൻ നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ കാണുന്ന യെല്ലോ ലൈൻസ് ആണ് ഇൻസുലേഷൻ. അത് എർത്തിൻ്റെ സർഫസിലേക്ക് വരുന്നു, അതിനെ ഹീറ്റ് ചെയ്യുന്നു. ആ എർത്ത് ആ വരുന്ന ഇൻസുലേഷനെ ടെറസ്ട്രിയൽ റേഡിയേഷനിലൂടെ ചുവന്ന ആരോ മാർക്കുകൾ നിങ്ങൾക്ക് കാണാം. ടെറസ്ട്രിയൽ റേഡിയേഷനിലൂടെ റേഡിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ എർത്തിൻ്റെ സർഫസിലെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ബാലൻസിങ് ആണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുക. ഇതാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. കണ്ടോ, വരുന്ന 100% എനർജിയിൽ 51% ആണ് എർത്തിൻ്റെ സർഫസിലെത്തുക. ഇവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാം 51%. ഇവിടെ 100 എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? 100 എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? ഇൻസുലേഷനിലെ ടോട്ടൽ എനർജിയാണ് 100. ടോട്ടൽ എനർജി ഇൻസുലേഷനിലൂടെ വരുന്നത് എത്രയേ ഇവിടെ എത്തുന്നുള്ളൂ? 51% എർത്തിൻ്റെ സർഫസിലെത്തുന്നുള്ളൂ. 51%. ഓക്കെ, എർത്തിൻ്റെ സർഫസിൽ നിന്നും അത് എന്ത് സംഭവിക്കുന്നു? അത് റേഡിയേറ്റ് ചെയ്ത് വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. ഓക്കെ, അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുക. ഹീറ്റ് ബഡ്ജറ്റിൻ്റെ മറ്റൊരു പടമാണ് നിങ്ങളിവിടെ കാണുന്നത്, മറ്റൊരു ഡയഗ്രമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇൻസുലേഷനും കാണാം, ടെറസ്ട്രിയൽ റേഡിയേഷനും കാണാം. 100% ആണ് ഇൻസുലേഷനിലൂടെ പുറത്തേക്ക് വരിക. പക്ഷേ 51% എർത്തിൻ്റെ സർഫസിൽ എത്തുന്നുള്ളൂ. ബാക്കിയുള്ള എനർജി എവിടെ പോകുന്നു എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിലേക്ക് കുറച്ച് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ക്ലൗഡ്സ് 20% അബ്സോർബ് ചെയ്യുന്നു. 6% അവിടുത്തെ ഡസ്റ്റൊക്കെ അബ്സോർബ് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ബാക്കിയുള്ളത് 51% ഓൺലി റീച്ച് ദ സർഫസ് ഓഫ് ദി എർത്ത്. ദെൻ ടെറസ്ട്രിയൽ റേഡിയേഷനിലൂടെ അത് റേഡിയേറ്റ് ചെയ്യുന്നു. അതിൽ കുറച്ച് അബ്സോർബ് ചെയ്യപ്പെടുന്നു, ബാക്കിയുള്ളത് സ്പേസിലേക്ക് പോകുന്നു. ഇങ്ങനെ പോകുന്ന എനർജിയാണ് അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ അബ്സോർബ് ചെയ്തു വെക്കുന്നത് എമൗണ്ട് കൂടും. അപ്പോഴാണ് അറ്റ്മോസ്ഫിയർ കൂടുതൽ ഹീറ്റായി മാറുന്നത്. അതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുക. അങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോഴാണ് അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ ബാലൻസ് ആയിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ പെർസെൻറ്റേജും കാണിച്ചിട്ടുണ്ട്, ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും. ഓക്കെ, അപ്പോൾ ഈ പിക്ചറും നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കുക. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പിക്ചർ കൊടുക്കുന്നുണ്ട്, ഹീറ്റ് ബഡ്ജറ്റ്. ഇതും വളരെ നല്ലൊരു പിക്ചറാണ്. ഇവിടെ ഇൻസുലേഷൻ നിങ്ങൾക്ക് കാണാം, അവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്നത് എത്രയാണ്, റേഡിയേഷനിലൂടെ പോകുന്ന പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. എർത്തിൻ്റെ സർഫസിൽ എത്തിച്ചേരുന്നത് 51% ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എർത്തിൻ്റെ സർഫസിൽ വരുന്നു, അത് ടെറസ്ട്രിയൽ റേഡിയേഷനിലൂടെ ലോങ് വേവ്സ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു. ബാക്കിയുള്ള കുറച്ച് ഡസ്റ്റും ക്ലൗഡ്സും ഇവിടെ അബ്സോർബ് ചെയ്യുന്നു. 34 കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ എർത്തിൻ്റെ ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും എപ്പോഴും ബാലൻസ് ചെയ്യുന്നു. ബാലൻസ്, മിച്ചമൊന്നുമില്ല, 0 ബാലൻസ്ഡ്. അതിനെയാണ് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുക. ഹീറ്റ് ബഡ്ജറ്റ് ഉള്ളത് കൊണ്ടാണ് എർത്തിൽ നമുക്ക് ജീവൻ നിലനിൽക്കുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹീറ്റ് ബഡ്ജറ്റ് ഇൻ സസ്റ്റെയിനിങ് ദ എർത്ത്സ് ആസ് എ ലൈഫ് സപ്പോർട്ടിംഗ് പ്ലാനറ്റ്. ഇപ്പം നമുക്കറിയാം, പ്ലാനറ്റ്സിലെ ലൈഫ് സപ്പോർട്ടിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് എർത്ത് മാത്രമാണ്. ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് എർത്ത് മാത്രമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു റീസണാണ് ഹീറ്റ് ബഡ്ജറ്റ്, ഹീറ്റ് ബാലൻസിങ്. ഓക്കെ, എക്സ്ട്രീമിലി കോൾഡോ എക്സ്ട്രീമിലോ ഹോട്ടോ ആകാതെ ഹീറ്റിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നു. അതെന്തുകൊണ്ടാണ്? ഹീറ്റ് ബഡ്ജറ്റ് ഉള്ളത് കൊണ്ടാണ്. അതാണ് സപ്പോർട്ടിംഗ് ലൈഫ് സപ്പോർട്ടിംഗ് പ്ലാനറ്റായിട്ട് എർത്തിനെ മാറ്റിയിരിക്കുന്നത്. എന്താണ് ഹീറ്റ് ബഡ്ജറ്റിൻ്റെ ഇമ്പോർട്ടൻസ്? സ്റ്റേബിൾ ഗ്ലോബൽ ടെമ്പറേച്ചർ. ഓക്കെ, ഗ്ലോബൽ ടെമ്പറേച്ചർ സ്റ്റേബിളായിട്ട് നിർത്തുന്നു. ക്ലൈമറ്റ് ആൻഡ് വെതർ റെഗുലേഷൻ, ക്ലൈമറ്റും വെതറും
റെഗുലേഷനിലൂടെ പോകുന്നു, എക്സ്ട്രീം ആകുന്നില്ല. ഫോട്ടോസിന്തസിസ് സപ്പോർട്ട്, ഇവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ മരങ്ങൾക്ക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഗ്ലോബൽ ടെമ്പറേച്ചർ സ്റ്റേബിൾ ആയതുകൊണ്ടാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസിനെ ഹീറ്റ് ബജറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു. ദെൻ ഹാബിറ്റബിൾ ലാറ്റിറ്റ്യൂഡ്, എല്ലാ ലാറ്റിറ്റ്യൂഡ്സും ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഹാബിറ്റാറ്റുകൾ രൂപപ്പെടാൻ സാധിക്കുന്ന ലാറ്റിറ്റ്യൂഡ്സ് ആയിട്ട് മാറുന്നു. 0 ഡിഗ്രി, 20 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, ദെൻ 70 ഡിഗ്രി, എല്ലാ ലാറ്റിറ്റ്യൂഡുകളും ഹാബിറ്റബിൾ ആയി മാറുന്നതും ഹീറ്റ് ബജറ്റ് ഉള്ളത് കൊണ്ടാണ്. ഹാബിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന നോർമൽ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ ഇച്ചിരി അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകുന്നുണ്ടെങ്കിലും നമുക്ക് ഹാബിറ്റബിൾ ആണ്. അത് സാധിക്കുന്നത് ഹീറ്റ് ബജറ്റ് ഉള്ളത് കൊണ്ടാണ്. ഇതാണ് ഹീറ്റ് ബജറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ സ്റ്റുഡൻസ്, ഇതിൻ്റെ ബാക്കി വീഡിയോയുമായിട്ട് ടീച്ചർ അടുത്ത ദിവസം എത്തുന്നതാണ്. താങ്ക് യു. നന്നായിട്ട് പല പ്രാവശ്യം നിങ്ങൾ വീഡിയോ കണ്ട് പഠിക്കുക. താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്.